തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കാൻ താൽപര്യമറിയിച്ച് മറിയം ഉമ്മൻ AK ആന്റണി ഉൾപ്പെടെ മറിയം ഉമ്മനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. കാഞ്ഞിരപ്പള്ളിയിലെ സഭാ സമുദായ നേതാക്കൾക്ക് താൻ മത്സരിക്കുന്നതിൽ സന്തോഷമാണെന്ന് മറിയം ഉമ്മൻ നേതാക്കളെ അറിയിച്ചു. അതേസമയം ജില്ലയിൽ ഒരു കുടുംബത്തിലെ 2 പേർ സ്ഥാനാർത്ഥിയാകുന്നതിലെ പ്രശ്നങ്ങൾ സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്യും. മറിയം മത്സരിക്കുന്നത് മറ്റ് മണ്ഡലങ്ങളിലും ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. കാഞ്ഞിരപ്പള്ളിയിൽ നിരവധി പേരുകൾ പരിഗണനയിലുള്ള പശ്ചാത്തലത്തിൽ മറിയം ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ തീരുമാനമെടുക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. അജിത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അജിത്ത്, ഗുഡ് മോർണിംഗ്. മറിയം ഉമ്മൻ സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങളാണെങ്കിൽ ഇതാ ഒരു ഏറെക്കുറെ സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നേതാക്കളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ചർച്ചകൾ എങ്ങനെയാണ്? സതിലക്ഷ്മി, നിരവധി മണ്ഡലങ്ങളിൽ മറിയം ഉമ്മന്റെ പേരുകൾ ഉയർന്നു കേൾക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് കോട്ടയം ജില്ലയ്ക്ക് പുറത്തുള്ള മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പേരുകൾ കേൾക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിൽ കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഏതാണ്ട് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ഇത്തരത്തിൽ നേതാക്കൾ ഉൾപ്പെടെ വിളിച്ച് സംസാരിക്കുമ്പോൾ താല്പര്യം ഏതാണ്, പ്രിഫറൻസ് ഏതാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിച്ച ഘട്ടത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചാൽ സഭാ സാമുദായിക നേതാക്കളുടെ ഭാഗത്തുനിന്ന് തനിക്ക് പിന്തുണ ഉണ്ടാകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറിയം ഇത്തരത്തിൽ നേതാക്കളെ അറിയിക്കുന്ന പശ്ചാത്തലമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വേഗത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താനാണ് സംസ്ഥാന നേതൃത്വം കരുതുന്നത്. കാരണം നിരവധിയായ പേരുകളാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തരത്തിൽ പരിഗണനയിലുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള നിരവധി പേരുകളുണ്ട്, ജില്ലയ്ക്കകത്തു നിന്നുള്ള പേരുകളുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ നോട്ടമിട്ട ഒരു മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. അവിടെ മത്സരിച്ചാൽ ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആളുകൾ ഈ മണ്ഡലത്തിനായി വിവിധ നേതാക്കളെ ബന്ധപ്പെടുകയും മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമെല്ലാം ഉണ്ടായി. നമ്മൾ നേരത്തെയും ആ പേരുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ആലോചനകൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ മറിയം ഉമ്മനുമായി ഇക്കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. താൻ മത്സരിച്ചാൽ അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പിന്തുണ ഉണ്ടാകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മറിയവും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ നിയോജക മണ്ഡലം കമ്മിറ്റി, UDFന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് ഇക്കാര്യത്തിൽ എതിർപ്പുണ്ട്. അടിച്ചേൽപ്പിക്കുന്ന, കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഒരു വിഭാഗം ഇത്തരത്തിൽ നിലപാടെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇറക്കിയാൽ അതൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പോകുമെന്നും മറിയം ഉമ്മൻ ഉൾപ്പെടെയുള്ളവരെ കെട്ടിയിറക്കുന്ന സ്ഥിതി അനുവദിക്കില്ലെന്നും ഉൾപ്പെടെയുള്ള വാദമാണ് നിയോജക മണ്ഡല കമ്മിറ്റിയിലെ ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് അത് തലവേദന കൂടിയാകും. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ അത് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്. ഏതാണെങ്കിലും കോൺഗ്രസ് ഈ കാര്യത്തിൽ വേഗത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ആ നടപടികൾ ഉണ്ടാകുമ്പോൾ അത് ഏതു തരത്തിലുള്ള പ്രതിഫലനമാണ് ഉണ്ടാകുക എന്ന് ഇനി കണ്ടറിയേണ്ടതുണ്ട്. നിലവിലേതാണെങ്കിലും കാഞ്ഞിരപ്പള്ളിയിലെ ഒരു വിഭാഗം ശക്തമായി ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. അതിന് പരസ്യമായ രംഗത്ത് വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടത് ഉണ്ട്. ഏതാണെങ്കിലും നിലവിൽ മറിയം ഉമ്മനുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വേഗത്തിലെത്താൻ കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നു. യെസ്, ഓക്കെ. അജിത്താണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ